സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ? കുറച്ച് ഖുർആൻ പരിഭാഷ കിട്ടിയാൽ അത് മതി അവർക്ക്. കുറച്ച് ഹദീസ് കിട്ടിയാൽ എണ്ണിച്ചുട്ടപ്പം പോലെ കുറച്ച് ഹദീസ് കിട്ടിയാൽ ആ ഹദീസും ഖുർആനിന്റെ ആ 2-3 ആയത്തും എടുത്തു വെച്ച് അവർക്ക് അത് മതി. അവരുടെ ജീവിതത്തിന്റെ രേഖ ഏതാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ ആയത്ത് പോയി ഓതിയിട്ടല്ല നമ്മൾ മുസ്ലിമായത്. നമ്മൾ മുസ്ലിമാകേണ്ടത് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസ് മുഴുവനും കാണാപാഠം പഠിച്ചിട്ടല്ല നമ്മൾ മുസ്ലിമാകേണ്ടത്. അങ്ങനെ കാണാപാഠം പഠിച്ചു എന്നതുകൊണ്ട് ആത്മീയത നിഴലിച്ചു നിൽക്കുന്ന അല്ലാഹുവിന്റെ നൂറാനിയത്ത് കിട്ടിയ ഒരു മുസ്ലിമാകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര നിനക്ക് കഴിയില്ല. അതിന് കഴിയണമെങ്കിൽ പിന്തുടർച്ച എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പിന്തുടരുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അല്ലാതെ ഖുർആനിന്റെ പരിഭാഷയല്ല ഇസ്ലാം, ഹദീസിന്റെ പരിഭാഷയല്ല ഇസ്ലാം. അങ്ങനെയാണെങ്കിൽ ഇഹ്ദിനസ് മുസ്തഖീം എന്തിനാണ് ഖുർആൻ പറഞ്ഞത്? ഒന്ന് ചിന്തിച്ചേ. ഖുർആൻ പറയുകയാണ് ഫാത്തിഹയിൽ, സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹ് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്, ഇഹ്ദിനസ് മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ചൊവ്വായ പാതയിലൂടെ വഴി നടത്തണം. ആ ചൊവ്വായ പാത ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ കുറച്ച് ആളുകൾക്ക് ചില നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്, അവരുടെ പാത വേണമെങ്കിൽ വിശുദ്ധമായ ഖുർആനിന് ഇഹ്ദിനാ സിറാത്തൽ ഹദീസ് വൽ ഖുർആൻ, ഖുർആനിന്റെയും ഹദീസിന്റെയും പാത എന്ന് വ്യക്തമായും സ്പഷ്ടമായും പറയാമായിരുന്നു. ഖുർആനിന്റെയും ഹദീസിന്റെയും പാത പരിഭാഷ നോക്കിയിട്ട് ഖുർആൻ പിൻപറ്റാനും ഹദീസ് പിൻപറ്റാനും അങ്ങനെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ചില വ്യക്തികളെയാണ് അല്ലാഹ് എടുത്തു വെക്കുന്നത്. നീ എവിടെയാണ് ഇസ്ലാമിനെ പഠിക്കേണ്ടത്? ചില വ്യക്തികളെയാണ്. നീ ഇസ്ലാമിന്റെ ആശയത്തെ ഉൾക്കൊള്ളേണ്ടത് എവിടെ നിന്നാണ്? പരിഭാഷയിൽ നിന്നല്ല, അത് ചില വ്യക്തികളിൽ നിന്നാണ്. തബിഅ സബീല മൻ അനാബ ഇലൈഹി